ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സെപ്റ്റംബർ മാസം സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് ബിഗ് ബോസ് അഗ്നിപരീക്ഷയൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് കേൾക്കാൻ സാധിക്കുന്നതും നമ്മൾ അറിയുന്ന അപ്ഡേറ്റും അനുസരിച്ചുകൊണ്ട് സെപ്റ്റംബർ 6 ഞായറാഴ്ച ബിഗ് ബോസ് മലയാളം സീസൺ 8 സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു ന്യൂസ് ആണ് ഇപ്പൊ കിട്ടുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം 10 ഈ പറയുന്ന അഗ്നിപരീക്ഷ ബിഗ് ബോസിലേക്ക് കോമണേഴ്സ് എൻട്രിക്ക് വേണ്ടി കണ്ടക്ട് ചെയ്തിരിക്കുന്ന അഗ്നിപരീക്ഷ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം 10 ആണെന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. വീക്കെൻഡ് എപ്പിസോഡുകളായിട്ട് അഗ്നിപരീക്ഷ ഏഷ്യാനെറ്റിൽ തന്നെയായിരിക്കും സംപ്രേഷണം ചെയ്യുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കില്ല എന്നൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഈ ഒരു അഗ്നിപരീക്ഷയിൽ ജഡ്ജസ് ആയിട്ട് സാബുമോൻ, അഖിൽ മാരാർ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 2 ബിഗ് ബോസ് താരങ്ങൾ കൂടി പങ്കെടുക്കും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സാബുമോനും അഖിൽ മാരാറും ബിഗ് ബോസ് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച 2 വിജേതാക്കളാണ്. അപ്പൊ ഇവർ രണ്ടുപേരും തന്നെ കോമണേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ടുണ്ടാവും. അതുപോലെ തന്നെ കോമണേഴ്സിൽ തന്നെ ഏറ്റവും മികച്ചു നിന്ന വ്യക്തിയായിട്ടുള്ള അനീഷ്, നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അനീഷ് ഏട്ടനും ഈ പറയുന്ന പോലെ ഈ പറയുന്ന കോമണേഴ്സിന്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഷോക്ക് ഒരു ഹോസ്റ്റ് ഉണ്ടാവും. ആ ഒരു ഹോസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ആര്യ ബെഡായി, അല്ലെങ്കിൽ പേളി മാണി, അല്ലെങ്കിൽ റസ്മിൻ ബായ്, ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ വരാനായിട്ടാണ് സാധ്യത. നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 8 എങ്ങനെയായിരിക്കും. നമുക്ക് ഈ പറയുന്ന പോലെ സെലിബ്രിറ്റി വേഴ്സസ് കോമണേഴ്സ് സീസൺ ആണ് നമ്മൾ ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 5-6 കോമണേഴ്സിന് ഈ ഒരു സീസണിലേക്ക് സെലക്ട് ചെയ്യാനായിട്ടാണ് സാധ്യത കാണുന്നത്. ഈ പറയുന്ന പോലെ അഗ്നിപരീക്ഷയിലേക്ക് ഏകദേശം 45 പേരെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് 3 പേരെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലും 3 പേരെ ജഡ്ജസ് സെലക്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും കോമണേഴ്സ് ആയിട്ട് ബിഗ് ബോസിലേക്ക് വിളിക്കുന്നത്. അപ്പൊ കോമണേഴ്സ് വേഴ്സസ് സെലിബ്രിറ്റി മത്സരം നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 കാണാനായിട്ട് സാധിക്കും. ഇതുവരെ കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തമായിട്ട് ഒരു പുതിയ ജേണറിലാണ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8 സംപ്രേഷണം ചെയ്യാനായിട്ട് ഏഷ്യാനെറ്റും എൻഡമോൾ ഷൈൻ മീഡിയയും ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സീസൺ നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്